ലോകത്തിലെ ഏറ്റവും അധികം സുരക്ഷിതമായ ട്രെയിൻ ഏതാണെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? അത് നോർത്ത് കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉന്നിൻ്റേതാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഒട്ടനവധി എതിരാളികൾ, ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ട്. നിരന്തരമായിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിടുന്ന ഒരുപാടധികം ആളുകൾ ഈ ലോകത്തുണ്ട്. പക്ഷേ വ്യത്യസ്ത അറ്റാക്കുകളിൽ നിന്നും ബോംബ് സ്ഫോടനങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തെ കാത്ത് സംരക്ഷിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ ട്രെയിനാണ്. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന അതീവ സുരക്ഷിതമായ ടയാങ്കോ എന്ന ട്രെയിനിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലുക്കിയ. വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാർക്കൊക്കെ തന്നെയും അതീവ സുരക്ഷിതമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് അതീവ സുരക്ഷിതമായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള അവരെ എല്ലാ വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ബോംബ് സ്ഫോടനങ്ങളിൽ നിന്ന് പോലും സംരക്ഷിച്ചു വരുന്ന വ്യത്യസ്ത കാറുകളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മൾ തന്നെ ആ വിഷയങ്ങളെക്കുറിച്ചിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാറിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ കാത്ത് സംരക്ഷിച്ചു വരുന്ന കാറിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നോർത്ത് കൊറിയയിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു കാറല്ല. അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കായി അദ്ദേഹം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഒരു ട്രെയിനാണ്. ടയാങ്കോ എന്ന് പറയുന്ന ട്രെയിനിലാണ് അദ്ദേഹം രാജ്യത്തുടനീളം യാത്ര നടത്തുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും അദ്ദേഹം യാത്രകൾ നടത്തുന്നത് ഈ ഒരു ട്രെയിനിലാണ്. അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു ട്രെയിനിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത യാത്രകൾ നടത്തുന്നതും വിവിധ ലോകരാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരെ കാണാൻ വേണ്ടി അവരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്താൻ വേണ്ടി പോകുന്നതൊക്കെ. ഈ ഒരു ട്രെയിൻ ഒരുപാടധികം സവിശേഷതകളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ട്രെയിനിൻ്റെ ചരിത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കിം ജോങ് ഉന്നിൻ്റെ അച്ഛനും മുത്തച്ഛനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ ഒരു ടയാങ്കോ എന്ന് പറയുന്നത്. 1984 അഥവാ കൊറിയൻ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ സുരക്ഷിതമായിട്ട് യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കിം ജോങ് ഉന്നിൻ്റെ മുത്തച്ഛനായിട്ടുള്ള കിം ഇൽ സങ് ആണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ട്രെയിൻ നിർമ്മിക്കുന്നത്, അതിനകത്ത് കയറിയിരുന്നിട്ട് യാത്രകൾ നടത്തുന്നത്. അദ്ദേഹം രാജ്യത്തിനുള്ളിൽ മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും ഈ ഒരൊറ്റ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വിയറ്റ്നാമിലേക്കും ഈസ്റ്റേൺ യൂറോപ്പിലേക്ക്, അതായത് പോളണ്ട്, ജർമ്മനി, ഹംഗറി, റൊമാനിയ, ബൾഗേറിയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും ഈ ഒരു ട്രെയിനിൽ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നോർത്ത് കൊറിയ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം, ഈസ്റ്റേൺ യൂറോപ്പ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അത്രയധികം ദൂരം അദ്ദേഹം യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നതൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഈ ഒരു ട്രെയിനിലായിരുന്നു. മാത്രവുമല്ല രാജ്യത്തുടനീളം അദ്ദേഹത്തിൻ്റെ ഈ ട്രെയിൻ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത റെയിൽവേ സ്റ്റേഷനുകളും അതോട് ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു കാലഘട്ടങ്ങളായിട്ട് അദ്ദേഹം നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മരണം വരെ അദ്ദേഹം ഈ ഒരു ട്രെയിനിൽ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ഒരു ട്രെയിൻ നേരെ കൈമാറി കിട്ടുന്നത് അടുത്തതായി വന്ന ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന കിം ജോങ് ഇല്ലിനാണ്. അതായത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിം ജോങ് ഉന്നിൻ്റെ പിതാവിന്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും പല മാധ്യമങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വിമാനങ്ങളിൽ കയറി യാത്ര ചെയ്യുന്നത്, പറക്കുന്നത് വലിയ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ട്രെയിനുകൾ കാര്യമായിട്ട് യാത്രകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ചിട്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രധാനമായിട്ടും വായുമാർഗം തന്നെയാണ് യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വിമാനത്തിന് നേർക്ക് ഒരു ചെറിയ ആക്രമണം ഉണ്ടാവുകയാണ്. അതിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് വായുമാർഗമുള്ള യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും പിന്നീട് അങ്ങോട്ട് യാത്രകൾ പൂർണ്ണമായിട്ടും ഈ ഒരു ട്രെയിനിലാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹം തന്നെയാണ് തൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ ഒരു ട്രെയിനിനെ, ടയാങ്കോ എന്ന് പറയുന്ന ഈ ട്രെയിനിനെ അതീവ സുരക്ഷിതമായ നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതൊക്കെ. 2001 അദ്ദേഹം നോർത്ത് കൊറിയയിൽ നിന്ന് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോ വരെ ഏറെക്കുറെ 10 ദിവസത്തോളം നീണ്ടുന്ന യാത്രകളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹൃദയാഘാതം വന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെടുന്നത് പോലും ഈ ഒരു ട്രെയിനിനകത്ത് വെച്ചുകൊണ്ടായിരുന്നു എന്ന കാര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് നിലവിലെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉന്നിൻ്റെ പക്കലേക്ക് ടയാങ്കോ എന്ന് പറയുന്ന ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നത്. 2011 അദ്ദേഹം അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടെയും പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം ഈ ഒരു ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് പുറം ലോകത്തിന് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം നോർത്ത് കൊറിയയുടെ സിറ്റുവേഷൻസ്, വ്യത്യസ്ത വീഡിയോകൾ നോർത്ത് കൊറിയയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും നിലവിൽ ഗ്ലോബലി ഉള്ള ടൂറിസ്റ്റുകളെ നോർത്ത് കൊറിയ അലോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതോട് കൂടിയിട്ട് പതിയെ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥകളിൽ മെച്ചമുണ്ടാകും എന്നൊക്കെ നമുക്ക് ഏതായാലും പ്രതീക്ഷിക്കാം.
അപ്പോൾ എന്തൊക്കെ തന്നെയായാലും 2011 അദ്ദേഹം അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടെയും 2018 മാർച്ച് മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രെയിനിനെയും അദ്ദേഹത്തെയും ഒരുപോലെ ബെയ്ജിങ്ങിൽ കണ്ടതോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവരും ഒരുപോലെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞു പോയ 2 തലമുറയിലെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെ മുൻകഴിഞ്ഞ 2 ഭരണാധികാരികളും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുടുംബ സ്വത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന നിലയിലുള്ള ഈ ഒരു ട്രെയിനിൽ അദ്ദേഹം രാജ്യത്തുടനീളം യാത്രകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത പുറം രാജ്യങ്ങളിലേക്ക്, ചൈനയിലേക്കാണെങ്കിലും റഷ്യയിലേക്കാണെങ്കിലും ഒക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ തന്നെയും നടത്തുന്നത് ഈ ഒരു ട്രെയിനിനകത്താണ്. പക്ഷേ ഈ ഒരു ട്രെയിനിൻ്റെ വേഗതയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഏറെക്കുറെ 50-60 km/h മാത്രമാണ് ഈ ഒരു ട്രെയിനിൻ്റെ വേഗത. നിലവിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 350-360 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ വരെ നമ്മുടെ ലോകത്തുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു ട്രെയിൻ ഇത്രയധികം ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുന്നു? എന്നിട്ടുകൂടെ എന്തുകൊണ്ട് ഒരുപാടധികം ശത്രുക്കളുള്ള കിം ജോങ് ഉൻ ഈ ഒരു ട്രെയിനിൽ തന്നെ യാത്ര തുടരുന്നു? ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഏറെക്കുറെ 20 കാരേജുകൾ, 20 ബോഗികൾ, അതോടൊപ്പം തന്നെ 2 എൻജിൻ കമ്പാർട്ട്മെൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ബുള്ളറ്റ് പ്രൂഫാണ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഈ ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഗ്ലാസ്സുകളൊക്കെ തന്നെയും ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും, കട്ടിയേറിയിട്ടുള്ള ഗ്ലാസ്സുകളായിരിക്കും ഇതിൽ ഉണ്ടാകുക എന്നൊക്കെ പറയുന്ന കാര്യമാണ്. മറ്റ് രാഷ്ട്രത്തലവന്മാരുടെ വാഹനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലൊക്കെ തന്നെയും ഗ്ലാസ്സുകൾ നല്ല കട്ടിയേറിയിട്ടുള്ളതാണ്, ഗ്ലാസ്സുകളൊക്കെ തന്നെയും ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ട്രെയിൻ എൻറ്റയർലി ബുള്ളറ്റ് പ്രൂഫാണ്. അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും അടിഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ ഏത് ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും അതീവ സുരക്ഷിതമായ നിലയിൽ കംപ്ലീറ്റ്ലി ബുള്ളറ്റ് പ്രൂഫായ നിലയിലാണ് ഈ ഒരു ട്രെയിൻ ഇവർ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ബോഗികളുണ്ട് അല്ലെങ്കിൽ കാരേജുകളുണ്ട്. ആ കാരേജുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊന്നാമതായിട്ട് വരുന്നത് ഓഫീസ് കാരേജാണ്. കിം ജോങ് ഉന്നിൻ്റെ ഒരു ഓഫീസായിട്ട് അദ്ദേഹം യാത്രകൾ നടത്തുന്ന അവസരത്തിൽ ഈ ഒരു കാരേജ് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇതിനകത്ത് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സർവ്വവിധ സന്നാഹങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ടേബിൾ, അദ്ദേഹത്തിന് പ്രവൃത്തികളൊക്കെ നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, വലിയൊരു TV, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. അതായത് അദ്ദേഹം യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ ഒരു ഓഫീസ് കാരേജിനകത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം. രണ്ടാമതായിട്ടുള്ളതൊരു റിസപ്ഷൻ കാരേജാണ്. നല്ല മനോഹരമായ നിലയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വെള്ളയും അതുപോലെ തന്നെ പിങ്കും കളർ കോമ്പിനേഷനിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു കാരേജാണ് അല്ലെങ്കിൽ ഒരു ബോഗിയാണ് ഇത്. മൂന്നാമതായിട്ട് വരുന്നത് കോൺഫറൻസ് കാരേജാണ്. രാജ്യവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യപരമായിട്ടുള്ള പല ചർച്ചകളും മറ്റുമൊക്കെ കിം ജോങ് ഉൻ നടത്തുന്നത് ഈ ഒരു കോൺഫറൻസ് കാരേജിൽ വെച്ചുകൊണ്ടായിരിക്കും. ഇവിടെയും വ്യത്യസ്ത തരത്തിലുള്ള സോഫകളും വലിയ ടേബിളുകളും ചെയറുകളും TVകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു സുപ്രധാനമായിട്ടുള്ള കാരേജ് അല്ലെങ്കിൽ ഒരു ബോഗി എന്ന് പറയുന്നത് റെസ്റ്റോറൻ്റ് ആണ്. അതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഡിഷസുകളൊക്കെ തന്നെയും അവൈലബിൾ ആയിരിക്കും. വളരെയധികം പ്രശസ്തരായിട്ടുള്ള ഒരുപാടധികം ഷെഫുമാർ തന്നെ കിം ജോങ് ഉന്നിന് വേണ്ടിയിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നതായിരിക്കും. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കൊറിയൻ, റഷ്യൻ, ഫ്രഞ്ച്, ജാപ്പനീസ് ഭക്ഷണങ്ങളൊക്കെ തന്നെയും യഥേഷ്ടം ലഭ്യമാകുന്ന നിലയിലൊക്കെ തന്നെയാണ് ഇവിടം സജ്ജീകരിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് കിം ജോങ് ഉന്നിൻ്റെ ബെഡ്റൂമാണ്. അദ്ദേഹത്തിന് വിശാലമായ നിലയിൽ തന്നെ കിടന്നുറങ്ങാൻ ആവശ്യമായിട്ടുള്ളൊരു ബെഡ്റൂം ഈ ഒരു ട്രെയിനിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു ക്യാബിൻ വരുന്നത് അല്ലെങ്കിൽ അടുത്തൊരു കാരേജ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റാണ്. അതിവിശാലമായ നിലയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്രിയകളൊക്കെ തന്നെ നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാരേജിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ആർമിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കിം ജോങ് ഉന്നിന് കാവലായിട്ട് ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള പട്ടാളക്കാർ വ്യത്യസ്ത ബോഗികളായിട്ട് ഈ ഒരു ട്രെയിനിൽ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ സേവനം കൂടെ ഈ ഒരു ട്രെയിനിനകത്ത് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഇതും കഴിഞ്ഞ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാടധികം ആയുധങ്ങൾ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രെയിൻ ഉള്ളത്. അതായത് മുകളിലൂടെ വല്ല എയർക്രാഫ്റ്റും വന്നിട്ട് ഈ ഒരു ട്രെയിനിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ വരെ ഈ ഒരു ട്രെയിനിനകത്ത് സദാ സജ്ജമായ അവസ്ഥയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടാവും. മാത്രമല്ല വ്യത്യസ്ത തരത്തിലുള്ള മെഷീൻ ഗണ്ണുകളും മറ്റൊക്കെ ഒരുപാടധികം ഈ ഒരു ട്രെയിനിനകത്ത് അവർ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും ഈ ഒരു ട്രെയിൻ തകർന്നു അതിൽ നിന്നും കിം ജോങ് ഉന്നിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ
ഈ ഒരു ട്രെയിനിനകത്ത് തന്നെ അദ്ദേഹത്തിന് അതിനാവശ്യമായിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ സജ്ജമായ നിലയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ യാത്രകൾ നടത്തിയിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അതീവ സുരക്ഷിതമായിട്ടുള്ള കാറുകളിൽ തന്നെയാണ് യാത്രകൾ നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാറ് കൂടെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഈ ട്രെയിനിനകത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു വലിയ ചോദ്യം ഉണ്ടാവും, എങ്ങാനും പാളം തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇയാളങ്ങ് തട്ടിക്കൂടെ എന്ന് പറയുന്നൊരു കാര്യം. പക്ഷേ ആ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം യാത്ര പുറപ്പെടുന്നതിന് മുൻപേ തന്നെ കൃത്യമായ നിലയിൽ തന്നെ പാളവും മറ്റുമൊക്കെ പരിശോധനകൾ നടത്തി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന കാര്യത്തെക്കുറിച്ച് വേണ്ടപ്പെട്ട അധികൃതർ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അതുകൊണ്ടും തീർന്നില്ല, അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് മുൻപേ ഒരു ട്രെയിൻ പോകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എസ്കോർട്ടായിട്ട് പുറകിലും മറ്റൊരു ട്രെയിൻ കൂടെ പോകുന്നതായിരിക്കും. അതായത് 2 ട്രെയിനുകൾ അദ്ദേഹത്തിൻ്റെ മുൻപിലും പിൻഭാഗത്തായിട്ടും ഒരുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യാത്രകൾ നടത്തുന്നതായിരിക്കും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയും പോലീസ് ജീപ്പ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ വാഹനങ്ങളുടെ മുന്നിലും പുറകിലൊക്കെ ആയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ട്രെയിനുകൾ തന്നെയാണ്. അപ്പോൾ ഈ ട്രെയിനുകൾക്കകത്തും ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യാത്രകൾ നടത്തുന്നതായിരിക്കും. അതായത് ഒരു ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു വിധത്തിലുള്ള അപകടം സംഭവിക്കുകയാണെങ്കിലും എന്തൊരു വിധത്തിലുള്ള അറ്റാക്കുകൾ സംഭവിക്കുകയാണെങ്കിലും അതിനൊക്കെ തന്നെയും ചെറുത്ത് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള, തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർവ്വവിധ സന്നാഹങ്ങളോടും കൂടിയിട്ട് തന്നെയാണ് ടയാങ്കോ എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിനകത്ത് നോർത്ത് കൊറിയയുടെ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരിയായ കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രകളും നടത്തുന്നത്. ഇത്രയധികം സുരക്ഷയും ഇത്രയധികം സെറ്റപ്പൊക്കെ വേറെ എന്തിൽ കിട്ടും? ഇതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ചില പ്രൈവറ്റ് ജെറ്റുകളും പ്രൈവറ്റ് യോട്ടുകളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടെയും കൂടുതലും യാത്രകൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെയിൻ തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഏറെക്കുറെ 50-60 സ്പീഡിലാണ് ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കുക എന്നുള്ളത്. അതും എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ ധാരണ ലഭിച്ചിട്ടുണ്ടാവും. ഒരുപാടധികം ആയുധങ്ങളും മറ്റൊക്കെ ആയിട്ട് ഫുള്ളി ലോഡഡാണ് ഈ ഒരു ട്രെയിൻ. ഒരുപാട് വെയിറ്റ് വരുന്നുണ്ട്. അതിനാലൊക്കെ തന്നെയാണ് വലിയ വേഗതയിൽ ഈ ഒരു ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കാത്തത്. പക്ഷേ ആ ഒരു യാത്ര അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്, അതിൽ അദ്ദേഹം തൃപ്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ള കാര്യം. അതായത് നമ്മളൊക്കെ തന്നെയും വലിയ വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ട് വിമാനങ്ങളെയും മറ്റുമൊക്കെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും ആ ഒരു 50-60 സ്പീഡിൽ അങ്ങനെ പോയാൽ മതി, എത്തിയാൽ മതി എന്നുള്ളൊരു നിലയിൽ തന്നെയാണ് നോർത്ത് കൊറിയൻ ഭരണാധികാരി ഇന്നും ട്രെയിനിൽ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ വീഡിയോ സ്റ്റോ അതിൻ്റെ പിയാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രശ്നമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തിയ ഘടകം എന്താണെന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.